നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം നമുക്ക് പ്രാർത്ഥനയോടെ ഈ രാവിലെ സമയത്ത് ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 36-ാമത്തെ വാക്യം ആണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ഹന്ന എന്ന പ്രവാചികയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഹന്ന എന്ന വാക്കിൻ്റെ അർത്ഥം കൃപ എന്നാണ്. പാലസ്തീൻ്റെ വടക്കു ഭാഗത്ത് താമസിച്ചിരുന്ന ആശേർ ഗോത്രത്തിൽപ്പെട്ട ഫനുവേലിൻ്റെ മകളായിരുന്നു ഹന്ന എന്നല്ലാതെ തന്നെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും കൂടുതലായി വേദപുസ്തകം നമുക്ക് നൽകുന്നില്ല. എന്നാൽ അവളൊരു വിധവയായിരുന്നു എന്നും അപ്പോൾ തന്നെ ഒരു പ്രവാചകി ആയിരുന്നു എന്നും നാം കാണുന്നു. പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകൻ്റെ അമ്മ, അവളുടെ പേരും ഹന്ന എന്നായിരുന്നു എന്ന് ഓർത്തിരിക്കുക. പുതിയ നിയമം ഹന്നയെ പരിചയപ്പെടുത്തുന്നത് പ്രവാചകിയായ ഹന്ന എന്നാണ്. ബൈബിളിൽ ഒരുപാട് സഹോദരിമാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചിട്ടുണ്ട്. മിരിയാം മോശയുടെ മൂത്ത സഹോദരി, ദെബോര ഇസ്രായേലിൻ്റെ 4-ാമത്തെ ന്യായാധിപതിയും ലെപ്പിദോത്തിൻ്റെ ഭാര്യയും, താനും ഒരു പ്രവാചകി ആയിരുന്നു. ഹുൽദ പ്രവാചകിയെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നോവദ്യ എന്ന പ്രവാചകിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൈസരിയയിൽ സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ 4 പെൺമക്കൾ, അവർ കന്യകമാരും പ്രവചിക്കുന്നവരുമായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 21:9 നാം കാണുന്നു. ദൈവം സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രിമാർ പ്രവചിക്കും എന്ന് യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പരിശുദ്ധാത്മാവ് എല്ലാവരിലും വ്യാപരിക്കട്ടെ. അപ്പോൾ തന്നെ കള്ളപ്രവാചകിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ദുർനടപ്പാചരിക്കുന്ന, താൻ പ്രവാചിക എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിക്കുന്ന ഈസബൽ എന്ന ഒരു സ്ത്രീയെക്കുറിച്ച്. ഇവൾ ഒരു പ്രവാചിക അല്ല, അത് കള്ളപ്രവാചികയാണ്. പുതിയ നിയമത്തിൽ നാം ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഹന്നയെക്കുറിച്ച് പഠിക്കുമ്പോൾ 7 വർഷം മാത്രമാണ് തൻ്റെ ഭർത്താവുമൊത്ത് ജീവിപ്പാൻ തനിക്ക് ദൈവം അനുവാദം കൊടുത്തത്. 7 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഭർത്താവ് മരിച്ചു. 84 വർഷം വിധവയായിട്ട് ജീവിച്ചു. ഇപ്പോൾ അവൾ വയസ്സ് ചെന്നവളായി ദൈവാലയത്തിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ കഴിയുകയാണ്. ഭർത്താവ് മരിച്ചു ദുഃഖിതയായെങ്കിലും ഒരിക്കലും അവൾ നിരാശപ്പെട്ടില്ല എന്നാണ് നാം കാണുന്നത്. ദൈവത്തിൽ അവൾ ശരണപ്പെട്ടിരുന്നു. ദൈവത്തിൽ ആയിരുന്നു അവളുടെ പ്രത്യാശ മുഴുവൻ വെച്ചിരിക്കുന്നത്. എന്നാൽ ലൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഭർത്താവ് മരിച്ചപ്പോൾ സർവശക്തനായ ദൈവം എന്നോട് ഏറ്റവും കൈപ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സഹോദരിയെ നമുക്ക് കാണാം. അവൾ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, ദൈവാലയം വിട്ടുപിരിയാതെ ജീവിച്ചതുകൊണ്ട് വളരെ പ്രത്യാശയോടെ കർത്താവിൽ ജീവിപ്പാൻ അവൾക്ക് സാധിച്ചു. കുടുംബ പ്രശ്നങ്ങൾ, ജീവിതയാത്രയിൽ നമ്മെ വീർപ്പ് മുട്ടിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ ദൈവാശ്രയമില്ലാത്തവരായിട്ട് മാറുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് മാതൃകയായിട്ട് നിൽക്കുകയാണ് ഹന്ന. ഹന്ന പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ആയിരുന്നുവെന്ന് ലൂക്കോസ് 2:37 നമുക്ക് കാണുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആണ് ഉള്ള സമയം അവൾ ചെലവഴിച്ചത്. വായാടിയായി വീട് തോറും മെനക്കെട്ട് നടന്ന് പരകാര്യത്തിൽ ഇടപെട്ട് അവളൊരിക്കലും അവൾക്ക് ലഭിച്ച സമയം പാഴാക്കി കളഞ്ഞില്ല. താൻ വിധവയായിരുന്നുവെങ്കിലും ഭർത്താവിൻ്റെ സ്നേഹം തനിക്ക് ലഭിക്കുന്നില്ലെങ്കിലും തീർച്ചയായും താൻ ദൈവത്തോടൊത്ത് സമയം ചെലവഴിക്കുന്നതിൽ വളരെ ഉത്സാഹമുള്ളവളായിട്ട് വചനം നമ്മളെ പരിചയപ്പെടുത്തുന്നു. എത്രയോ അനുഗ്രഹമാണ്. ഉപവാസവും പ്രാർത്ഥനയും ഒരു ദൈവവൈതലിൻ്റെ ജീവിത വിജയത്തിന് മുഖാന്തരമാണ്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്ന ഒരു സഹോദരി എന്നാണ് ഹന്നയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മശിഹയുടെ വരവായിരുന്നു യഹൂദൻ്റെ പ്രത്യാശ വിഷയം എന്ന് പറയുന്നത്. ഇന്ന് ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനായി കാത്തിരിക്കുന്നവരാണ്.
കർത്താവിൻ്റെ വരവിനായി തന്നെത്താൻ ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് 2:37 ദൈവാലയത്തിൽ ദൈവജനത്തോടുകൂടെ പരസ്യമായി അത്രയും വിധവയും അത്രയും പ്രായം ചെന്നവളുമായ ആ സഹോദരി ആരാധിച്ചു പോന്നു എന്നാണ്. പരസ്യ ആരാധന അല്ലെങ്കിൽ കൂട്ടായ്മ അവളുടെ ജീവിതത്തെ നിലനിർത്തുന്നതിന് ഒരുപാട് ഉപകാരപ്പെട്ടു. ഇക്കാലത്ത് ദൈവാരാധനയെ, സഭായോഗത്തെ, കൂട്ടായ്മകളെ അവഗണിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. മഴയുടെ പേരിലും ചെറിയ പനിയുടെ പേരിലും മറ്റ് പല കാര്യങ്ങളുടെ പേരിൽ സഭായോഗം മുടക്കുന്നവർക്ക് ഈ സഹോദരി ഒരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വിധവയും വയസ്സെന്നവളുമായിട്ടും പരസ്യ ആരാധനയിൽ ദൈവാലയം വിട്ടുപിരിയാതെ അവൾ ജീവിച്ചു എന്നുള്ളത് എത്രയോ അനുഗ്രഹമാണ്. മാത്രമല്ല ലൂക്കോസ് 2:38 അവൾ ക്രിസ്തുവിനെക്കുറിച്ച് എല്ലാവരോടും സാക്ഷിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന പലരുമുണ്ട്, പക്ഷേ യേശുവിനെക്കുറിച്ച് അവർ മറ്റാരോടും സംസാരിക്കാറില്ല. അതിനുള്ള ധൈര്യവും അവർക്കില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ച് നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയിലും എൻ്റെ സാക്ഷികളാകും എന്നാണ് ദൈവത്തിൻ്റെ വചനം. പ്രായമേറെയായിട്ടും വീണ്ടെടുപ്പുകാരനെക്കുറിച്ച് അവൾ എല്ലാവരോടും പ്രസ്താവിച്ചു. നമുക്ക് മാതൃകയാക്കാം ഈ ദിവ്യ സ്വഭാവങ്ങളെ. സ്വർഗസ്വപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. വചനം കേട്ട ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വേറെ സങ്കേതമില്ലേ, എനിക്കാശ്രയം നീതാൻ. നാഥ കൈവെടിയല്ലേ, കാത്തുരക്ഷിക്ക സദാ. കർത്താ നീ എന്നാശ്രയം, തൃപ്പാദം എൻ ശരണം. നിൻ ചിറകിൻ കീഴെന്നും ചേർത്തു